45 ദിവസത്തെ ഒരു പവർ പാക്ക് ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ടാണ്. അതുപോലെ പഠിക്കണമെന്നും പറഞ്ഞ് നമ്മളൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഭാഗങ്ങൾ തന്നെയാണ്. കോർ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തന്നെയാണ്. ബജറ്റ് ഉണ്ട്. ബജറ്റ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറേ കാണില്ല. ഒരു റാങ്ക് ഫയൽ മുഴുവനും കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഉറപ്പാണ് GST ഒക്കെ ഷുവർ ഷോട്ട് ആണ്. അപ്പൊ നിങ്ങൾ 4 ദിവസം ഇതിനു വേണ്ടി കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. മറ്റൊരു പോഡ്കാസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു 45 ദിവസത്തെ ഒരു പവർ പാക്ക് ആയിട്ടുള്ള സംഭവം, ഒരു സ്ട്രാറ്റജി ആയിട്ടാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെ പ്രയോജനം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അവസാന നിമിഷം റിവിഷന് വേണ്ടി ഇരിക്കുന്ന കുട്ടികൾ, പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊരു ധാരണ ഇല്ലാതിരിക്കുന്ന കുട്ടികൾ, അതുപോലെ നമുക്ക് പെട്ടെന്ന് എനിക്ക് ഒന്ന് ഓടിച്ച് വെക്കണം, എനിക്ക് എന്ത് ചെയ്യണം, പ്രിലിംസ് ക്ലിയർ ചെയ്യണമെന്ന് കരുതിയിരിക്കുന്ന ഇനി തുടങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് പോലും ഈ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഹോട്ട് സാധനങ്ങൾ, അതായത് ഇവിടെ കൃത്യമായി നടക്കാൻ എന്താണ് ചോദ്യം വരുന്ന ഏരിയ പ്രഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ പ്രഡിക്ഷൻ കൃത്യമായിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. കൺഫർമേഷന്റെ ഓരോരോ സ്റ്റേജുകളിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഒരു വളരെ ആത്മവിശ്വാസങ്ങൾ പറയുന്നത് സ്റ്റഡി ഒക്കെ നടത്തിയിട്ടാണ് ഇത് പറയുന്നത്. ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിക്ക് ശേഷമുള്ള കൺസോൾട്ടേറ്റ് ഡാറ്റയാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഡിഗ്രി പ്രിലിംസിന്റെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. കൺഫർമേഷൻ ഡേറ്റ് മാർച്ച് 18 കൊടുക്കണം. അതുപോലെ എക്സാമിന്റെ ഒരു ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മെയ് 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് നമ്മുടെ മുന്നിൽ ഡാറ്റ. ഇതിനി ഘട്ടം ഘട്ടം ആകുമോ, ഒരുമിച്ചാണോ? ഘട്ടം ആകാനാണ് ചാൻസ്, കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, വന്ന് കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കുകളിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ, അതായത് നമുക്കറിയാം 100 മാർക്കിന്റെ പരീക്ഷ, അതിൽ 50 മാർക്ക് ആ കോർ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എത്ര ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞാലും ഇത് 3 പഠിച്ചില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഔട്ടാണ്. ഇത് 3 കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു എന്നും റിവിഷൻ നടക്കുന്നു നമ്മൾ വിശ്വസിക്കുകയാണ്. 50 നമ്മൾ തൊടുന്നില്ല, അതിനെപ്പറ്റി നമുക്കൊന്നും പറയാനില്ല. അത് നമ്മൾ പഠിച്ചേ പറ്റൂ, അത് പഠിച്ചു. അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന മേഖലകൾ, കാരണം 10 മാർക്കിന് ചോദിക്കുന്ന 2 മൊഡ്യൂളാണ്. ഒന്ന് ചരിത്രവും, 2 നമുക്ക് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ഒരു പോഡ്കാസ്റ്റ് സീരീസിൽ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്കിന്റെ ചരിത്രം സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ചരിത്രത്തിൽ നിന്ന് ഒരു ടോപ്പിക്ക് പഠിക്കണം, ആ ടോപ്പിക്കിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന വേൾഡ് ഹിസ്റ്ററി ആണ്. കാരണം വേൾഡ് ഹിസ്റ്ററിയിൽ ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് അമേരിക്കൻ റവല്യൂഷൻ ഒരു ചോദ്യം ഇത്തവണ കാണും. ഈ 2 എണ്ണത്തിനും ചോദ്യം ഇല്ലാത്ത പരീക്ഷ പേപ്പറേ ഇല്ല. ഓക്കെ, ഈ 2 ഏതെങ്കിലും ഒരു ചോദ്യം കാണും. നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ, താഴെ കമന്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, അടുത്ത് വരുന്നത് പിന്നെ നമ്മുടെ യൂറോപ്യന്മാരുടെ ആഗമനം, അതുമായി ബന്ധപ്പെട്ട്. അത് നമുക്ക് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു ചവറാണ്. കാരണം ആദ്യം പഠിക്കാൻ തുടങ്ങുമ്പോഴേ അത് തന്നെയാണ് പഠിക്കുന്നതാണ്. നമുക്ക് പോർച്ചുഗീസുകാരുടെ ആഗമനവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞാൻ പറയുന്ന ഈ ഹിസ്റ്ററി പാർട്ട്, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തെ പറ്റി ഒരുപാട് പരീക്ഷകളിൽ ചോദ്യം വന്നിട്ടുണ്ട്. കാര്യം 2024 ആയപ്പോ അത് 100 വർഷം തികഞ്ഞു. അങ്ങനെയുള്ള ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിജിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതിന്റെയൊക്കെ ഒട്ടുമിക്കത് 100 വർഷം തികഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുക. ഒന്ന് ഫ്രഞ്ച് റവല്യൂഷനും അമേരിക്കൻ റവല്യൂഷനും, പിന്നെ യൂറോപ്യന്മാരുടെ ആഗമനവും, അതുപോലെ ഇതേപോലെ റീസെന്റ്ലി നമ്മൾ വാർഷികങ്ങൾ ആഘോഷിച്ച സംഭവങ്ങളും അത് സ്ഥാപനങ്ങളായാലും അങ്ങനെ എന്തായാലും. അപ്പൊ 10 മാർക്കിന് നമുക്ക് ചുമ്മാതെ, അതായത് നിങ്ങൾ ഒന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ ഒരു 3 മാർക്ക് കിട്ടാനുള്ള വഴിയായി. ഓക്കെ, അപ്പൊ നമുക്ക് ഹിസ്റ്ററി നമ്മൾ അവിടെ വിടുകയാണ്. അടുത്ത എന്താണ് മനസ്സിലായി? അടുത്ത നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ചിലരൊക്കെ ഉണ്ടല്ലോ, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു ആദ്യം എടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. എടുത്തിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തൊട്ട് ഇങ്ങനെ കടൽ പോലെ, എനിക്ക് തോന്നുന്നു ഒരു റാങ്ക് ഫയൽ മുഴുവനും കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ആ കടലിൽ നിന്ന് നമുക്ക് എങ്ങനെ മുങ്ങിത്തപ്പി അതിൽ നിന്ന് ഒരു 5 മാർക്ക് നമുക്കുണ്ട്. അതെങ്ങനെ? അപ്പൊ മിസ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്നൊന്ന് ഹോട്ട് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ ഒറ്റ നോട്ടത്തിൽ, അതായത് 3 മാർക്ക് മതി നമുക്ക്. 3 മാർക്ക് 2 മാർക്ക് മതി. 2 മാർക്കിന് വേണ്ടിയിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പഠിച്ചിരിക്കണം. അതിൽ നിന്ന് പല രീതിയിലും ചോദ്യം വരുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അത് കഴിഞ്ഞ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും, അതില്ലാത്ത ചോദ്യ പേപ്പറേ ഇല്ല. പിന്നെ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ UPSC ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. പിന്നെ അമെന്റ്മെന്റ്സ് ഇല്ലാതെ ഭരണഘടനാ ഭേദഗതികളെല്ലാം
നമ്മൾ പ്രധാനമായിട്ടും കൃത്യമായിട്ട് നോക്കിയിരിക്കുക. അപ്പോൾ ഈ 4 ഭാഗങ്ങൾ, അല്ല 5 ഭാഗങ്ങൾ, 5 ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ആ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പൊളിറ്റിയെ പൊളിറ്റിയിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് മെരുക്കിയെടുക്കാം, ഈസി ആയിട്ട് കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പൊളിറ്റി കഴിയുന്നു, അത് കഴിഞ്ഞ് സിവിക്സ് അല്ലേ, സിവിക്സ് ആണ് വരുന്നത്. സിവിക്സിലും കുറച്ച് പാർട്ട് നമ്മുടെ പൊളിറ്റിയുടേതാണ്, അതായത് നമ്മുടെ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, അങ്ങനെയുള്ള പാർലമെന്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പം അത് കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കാം. അതുപോലെ വരുന്ന നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പം അധ്യക്ഷനൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട്. പിന്നെ ഇതിലൊന്നും പെടാതെ നമുക്ക് ഏറ്റവും പറയാനുള്ളത് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ. കാരണം ഒന്ന് നമ്മുടെ നിയമസഭ ഇലക്ഷൻ ആവുന്ന ടൈം ആയതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ മസ്റ്റ് ആയിട്ടും, അതുപോലെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ മാറിയിട്ടുണ്ട്, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ മാറിയിട്ടുണ്ട്. അപ്പൊ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഒരു ചോദ്യം നമുക്കിപ്പോ പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും ഇലക്ഷൻ കമ്മീഷൻ മസ്റ്റ് ആണ്. ഷുവർ ഷോട്ട് 2 ചോദ്യം പറഞ്ഞു. ഒന്ന് നിങ്ങൾക്ക് ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് അമേരിക്കൻ റവല്യൂഷൻ, പിന്നെ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ. കാരണം ഇത് നമുക്ക് ആ തോന്നുന്ന ഒരു തോന്നലാണ് കേട്ടോ. അത് മിക്കവാറും സത്യമായിട്ട് വരാറുണ്ട്. ഒരു ഇലക്ഷൻ കമ്മീഷന്റെ വാർഷികവും കൂടി. അപ്പൊ ഇൻറ്റ്യൂഷൻ മാത്രമല്ല, നമുക്ക് കിട്ടുന്ന ആ റിസർച്ച് ചെയ്ത ഡാറ്റകൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇലക്ഷൻ കമ്മീഷൻ. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സിവിക്സിന്റെ ഭാഗത്ത് നോക്കിയിട്ട് പോവുക. അതുപോലെ ഭരണഘടനാ ഭേദഗതികൾ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പോവുക. അവിടുന്ന് നമുക്കൊരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത്തവണ. ഈ സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ഇങ്ങനെ കുറച്ച് കോമൺ ടോപ്പിക് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നമ്മളൊരു 3 എണ്ണം പറഞ്ഞു അല്ലേ, 3 ചോദ്യങ്ങൾ ഉറപ്പിച്ചു. ഇനി അടുത്ത് വരുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫി ചില ആൾക്കാർ വിട്ടു പഠിക്കുന്ന ആൾക്കാർ, ചിലർ വളരെ രസകരമായിട്ട് പഠിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ജോഗ്രഫിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മൾ എർത്തിന്റെ സ്ട്രക്ചർ, കോറ് തൊട്ട് മാൻഡിൽ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം നല്ല ഡെപ്തിൽ തന്നെ പഠിക്കാനുണ്ട്. കഴിഞ്ഞ പരീക്ഷകളിൽ കുറച്ച് എളുപ്പമുള്ളൊരു ഭാഗമാണ്, കുറച്ച് തുടക്കമൊക്കെ. നമുക്ക് അതൊന്ന് വായിച്ച് വെച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നമുക്കവിടുന്ന് കിട്ടും. അതിനോടൊപ്പം ഉത്തരപർവ്വത മേഖല അല്ലെ, ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് നമുക്ക് അപ്പൊ നിങ്ങൾ ഈ എർത്തിന്റെ സ്ട്രക്ചറും അതിനോടൊപ്പം ഉത്തരപർവ്വത മേഖലയും മാത്രം കവർ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ചോദ്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അല്ലേ. അത് ഉറപ്പിക്കാന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നമുക്ക് നോക്കാമല്ലോ അല്ലേ. ഈ വീഡിയോ ഞങ്ങൾ മെൻഷൻ ചെയ്യും കേട്ടോ. പ്രഷർ ബെൽറ്റുകൾ, അറ്റ്മോസ്ഫിയർ. അതെ, പ്രഷർ ബെൽറ്റ് ബന്ധപ്പെട്ട് തൊട്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മറ്റേ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും ചോദിക്കുന്നതാണ്. പ്രഷർ ബെൽറ്റ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അത് ആ വരച്ച് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി വരുന്ന വാദങ്ങൾ, കാറ്റുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് കവർ ചെയ്താൽ മതി. ബാക്കി കുറേ ഉണ്ട് നമുക്ക് വായിക്കാനായിട്ട്. നിങ്ങൾ ഇത്രയും ഭാഗത്ത് നന്നായിട്ട് എന്ത് ചെയ്യാം. എന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ആ എർത്തിന്റെ പടം വരച്ചിട്ട് നമ്മൾ ആ സോൺസ് എല്ലാം അടയാളപ്പെടുത്തി നമ്മൾ കാറ്റ് എങ്ങോട്ട് വീശുന്ന നമ്മൾ വരച്ച് പഠിക്കില്ലേ, ആ ഒരു പിക്ചർ എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അത്രയും മതിയാവും അതിന്ന്. പിന്നെ നമ്മുടെ എല്ലാ പാളികളും കൃത്യമായിട്ട് നമ്മൾ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും അതൊക്കെ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ എക്കണോമിക്സ് ആണ്. അപ്പോൾ എക്കണോമിക്സിനെ ബന്ധപ്പെടുത്തി മിസ് ഏതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട്? എക്കണോമിക്സിൽ നമുക്കിപ്പം നമ്മുടെ ബഡ്ജറ്റ് ഉണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് ബഡ്ജറ്റ് ഉണ്ട്. ബഡ്ജറ്റ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറേ കാണില്ല. എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ ലേറ്റസ്റ്റ് ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒരു ക്ലാസ് യൂട്യൂബിൽ തന്നിട്ടുണ്ട്. ആ ക്ലാസ് പഠിച്ചിട്ട് പോയാൽ മാത്രം നിങ്ങൾക്ക് ബജറ്റിലെ ചോദ്യം, ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ നമുക്ക് ബജറ്റിൽ നിന്ന് തന്നെ വരാം. ബജറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കംപ്ലീറ്റ് പുതിയ ബജറ്റ് ആയാലും ശരി തന്നെ അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളും കാര്യങ്ങളും ഒക്കെ പഠിക്കാം. എന്തായാലും ബജറ്റിന്റെ ക്ലാസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ അത് കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു മാർക്ക് മേടിക്കാം. അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് നാഷണൽ ഇൻകം നമ്മുടെ RBI, GST സ്ലാബുകളൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. അപ്പൊ ഉറപ്പാണ് GST ഒക്കെ ഷുവർ ഷോട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ളതാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ. കാരണം നമ്മളെ ബജറ്റ് വരുന്ന ഇപ്പൊ ഒരു ബജറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് ബജറ്റിന് നമ്മൾ ഉറപ്പിക്കണം. GST സ്ലാബുകൾ മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ചോദിക്കും PSCക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഉറപ്പിച്ച് നിങ്ങൾ പോകേണ്ട കാര്യങ്ങൾ, ഒന്ന് ബഡ്ജറ്റ് എന്ന് ഉറപ്പിക്കുക. അതുപോലെ 2 നമുക്ക് GST, 2 കാര്യങ്ങൾ നമ്മളൊന്നുകൊണ്ട് അല്ലേ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ എക്കണോമിക്സ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ 2 കൃത്യമായിട്ട് പഠിച്ചിരിക്കും. ഒരു മാർക്ക് കിട്ടും. ഒരു മാർക്ക് അങ്ങനെ അവിടെ നിന്ന് കിട്ടും. പറയാൻ പറ്റില്ല, ചിലപ്പോ 5 മാർക്കും അതിൽ തന്നെ ആയി. നമ്മളിപ്പോ അപ്പൊ നമുക്ക് ലോട്ടറിയാണ്. കാരണം ഇത് ഇത്രയും പഠിച്ചവരുണ്ടാവും. അതുപോലെ നമ്മുടെ RBI, നാഷണൽ ഇൻകം മസ്റ്റ് ആണ്. നാഷണൽ ഇൻകം
ഇത്രയും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ അതുപോലെ നമുക്ക് ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും ബാലികേറാ മല പോലെ തോന്നുന്ന സാധനമാണ് സയൻസ് ആൻഡ് ടെക് എന്ന് പറയുന്നത്. നമ്മളൊരു +2 ലെവൽ പരീക്ഷയ്ക്ക് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ സിലബസ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആണ്. ഇത് കുറച്ച് നമുക്ക് കാണുമ്പോൾ ഒരു സത്യം നമുക്ക് ഒരു തൊടാനേ തോന്നത്തില്ല അങ്ങനത്തെ ഒരു ഭാഗമാണ്. അങ്ങനത്തെ ഒരു കാരണം എന്താ പറഞ്ഞ മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിക്കാൻ എവിടെ നിന്നൊക്കെ ചോദിക്കാൻ സത്യം എന്ന് വെച്ചാൽ പല പരീക്ഷയിലും ഡിഗ്രി സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഈ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ചോദ്യങ്ങൾ വരാത്ത പരീക്ഷ പേപ്പറുകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പഠിക്കാനേ തോന്നില്ല, കാരണം ഒരുപാട് ഉണ്ട്, പക്ഷെ അതിൽ മാർക്കും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ. അപ്പൊ അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് മെയിനായിട്ട് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്നോളജി ഭാഗം, നമ്മുടെ ചന്ദ്രയാൻ, ആദിത്യ L1, അതുപോലെ തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചന്ദ്രയാൻ 4 പോകാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇന്ത്യക്ക് സ്വന്തമായിട്ട് വരാൻ പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള പിന്നെ നമ്മുടെ സുനിത വില്യംസ് അവരെയൊന്നും വിട്ടുകളായിരുന്നു. സുനിത വില്യംസ്, ബുഷ് വിൽമോർ, നമ്മുടെ ശുഭാംശു ശുക്ല അവരെയൊക്കെ പഠിച്ചേക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സയൻസ് ആൻഡ് ടെക് കണ്ട് കണ്ണ് തള്ളിയിരിക്കേണ്ട, അവിടെ നിങ്ങൾ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ഏറ്റവും റീസെന്റ് അപ്ഡേറ്റ്സും അതുപോലെ ഏറ്റവും റീസെന്റ് ന്യൂസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോകുക അല്ലേ. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം മിസ് ഇപ്പോൾ കൺസോൾട്ട് ചെയ്ത്, കാരണം മിസ്സാണ് കറണ്ട് അഫയേഴ്സിന്റെ ആള്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ മേഖല നിങ്ങൾ നോക്കിയാൽ നമുക്ക് അവിടെ ഒരു 5 മാർക്കാണ്. അതിന് 1 മാർക്കിന് വേണ്ടിയിട്ട് എന്ത് നോക്കണമെന്നാണ് പറഞ്ഞത്. അതിന് 1 മാർക്ക് എന്തായാലും നമുക്ക് ഈ മേഖലയിൽ നിന്ന് ഉണ്ടാവും അല്ലേ. കാര്യം ബാക്കിയുള്ള മേഖലയൊക്കെ നല്ല വാസ്റ്റ് ആണ്, നല്ല ഡെപ്ത് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മേഖലയെ കുറിച്ച് പറയാത്തത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ IT ആണ്. അടുത്ത് വരുന്ന IT ആണ്. IT എന്ന് പറയുമ്പോൾ മക്കളെ നമുക്ക് ഡിഗ്രി പ്രിലിംസ് പരീക്ഷയിൽ 5-ൽ 5 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പൊ ചോദ്യത്തിന്റെ ലെവൽ മറ്റേ അങ്ങേ അറ്റത്തെ ലെവൽ കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഒരു പരീക്ഷ IT ആർക്കും അറിഞ്ഞൂടാത്ത കുറെ ചോദ്യങ്ങൾ അത് നിങ്ങൾ വിട്ടയക്കാം. ഇൻ കേസ് അങ്ങനെ നമുക്ക് ഏതെങ്കിലും ടോപ്പിക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇത് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യമല്ല. നമുക്ക് നല്ലതാ, കാര്യം PSC പരീക്ഷ 95 മാർക്കിന് 5 മാർക്ക് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ IT ഒരിക്കലും ടോപ്പിക്ക് കൃത്യമാണ്, നമുക്ക് സിലബസ് കൃത്യമാണ്, അതുപോലെ നമുക്ക് കുറച്ച് മാത്രം പഠിച്ചാൽ മതി 5 മാർക്ക് നേടാൻ പറ്റുന്ന മേഖലയാണ്. അതിനകത്ത് ഇപ്പോൾ നിലവിൽ ഹാർഡ്വെയർ ആവട്ടെ, സോഫ്റ്റ്വെയർ ആവട്ടെ, നെറ്റ്വർക്ക്സ് ആവട്ടെ, അതുപോലെ സൈബർ റോങ്സ് ആവട്ടെ, എല്ലാം നമുക്ക് ആ ഒരു അവയർനെസ് ലെവലിൽ നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകണം എൻ്റെ അഭിപ്രായം. കാരണം 5-ൽ 5 അല്ലെങ്കിൽ 4 മാർക്ക് നമുക്ക് എന്തായാലും നമുക്ക് കിട്ടുന്ന ഒരു മേഖല. സൈബർ ലോസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കാം, ഇല്ലാത്ത ചോദ്യപേപ്പർ ഇല്ല. അപ്പോൾ അത് IT നമുക്കൊരു സെലക്ഷൻ പറയുന്നില്ല കേട്ടോ, ഫുള്ള് പഠിക്കുക കേട്ടോ, ഫുള്ള് പഠിക്കുക എല്ലാവരും. ഇനി അടുത്തത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആണ്. 10 മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആ 10 മാർക്കിന്റെ ആശാട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം മിക്കവാറും നമുക്ക് ഇതിനകത്ത് വരുന്നത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. അപ്പൊ മിസ് ഏതൊക്കെയാണ് ഹോട്ട് സാധനം പിള്ളേരൊക്കെ എന്ന് പറയുന്നത്? എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും പറയുന്നത് ഇപ്പൊ നമ്മുടെ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും. അദ്ദേഹത്തിന്റെ ആത്മകഥ അതൊക്കെ മസ്റ്റ് ആയിട്ട് ചോദിക്കും. മാധവ് ഗാഡ്ഗിൽ ഹോട്ട് ടോപ്പിക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ 2020 വേൾഡ് കപ്പ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, അത് ചോദിക്കും. അതുപോലെ ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്കാണ് കിട്ടിയത്. രോഹിത് ശർമ്മയ്ക്ക് പത്മശ്രീ അടക്കം കൊടുത്തത് ക്യാപ്റ്റൻ ആയിരുന്നപ്പോ നമ്മുടെ ICC കിട്ടിയതുകൊണ്ട്, പിന്നെ കഴിഞ്ഞ 2020 അതും കൂടെ വെച്ചിട്ടാണ്. അതുപോലെ വുമൺസ് വേൾഡ് കപ്പ് നോക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് വേൾഡ് കപ്പ് നമുക്കാണ്, അതുപോലെ തന്നെ വുമൻസ് വേൾഡ് കപ്പ്, ഏകദിന വേൾഡ് കപ്പ് നമുക്കാണ്. ഇപ്പൊ സ്പോർട്സിൽ അത് അത്രയും വരും. അതുപോലെ തന്നെ നമ്മുടെ ഹോക്കിന്റെ രൂപീകരിച്ചിട്ട് 100 വർഷം 2025 നവംബർ 7 ആയിട്ടുണ്ട്, 100 വർഷം. അപ്പൊ അത് മസ്റ്റാണ്. ഹോക്കിയിലെ ഒരു ചോദ്യം നമ്മൾ വിചാരിക്കും ഭയങ്കര സിമ്പിൾ ആണെന്ന് വിചാരിക്കും. ഓക്കെ, സിമ്പിൾ ആണ്, ആണെങ്കിലും ആ ഒരു ചോദ്യം വരാനുള്ള കാരണം ഇതാണ്, ഈ ഒരു റീസൺ ആയിരിക്കും. ഹോക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നത് നമ്മുടെ പത്മ അവാർഡ്സ് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഖേലോ ഇന്ത്യ അത് നമ്മുടെ യൂത്ത് ഗെയിംസും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൽ 2023 ഏഷ്യൻ ഗെയിംസ് കൃത്യമായിട്ട് നോക്കുക. ആർട്സ് കൊണ്ട് 2023 ഏഷ്യൻ ഗെയിംസ്, അത് പറയാൻ കാര്യം ഇന്ത്യ 107 മെഡലുകൾ, 100-ന് പുറത്ത് ഇന്ത്യ മെഡലുകൾ നേടുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ സ്പോർട്സിൽ നമുക്ക് ഇത്ര ഇമ്പോർട്ടന്റ് ആണ് 9 ടോപ്പിക്. ഇത് ഭയങ്കര വലുതല്ല, എല്ലാം ചെറുതാണ്. ഇതെല്ലാം നമുക്ക് ഏകദേശം അറിയാവുന്നതാണ്. കാരണം ഈ വേൾഡ് കപ്പ് ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഇരുന്ന് കണ്ടതാണ്. അതാണ്. അപ്പം അത് നമുക്ക് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾ മറന്നു പോവാതിരിക്കുക എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമ്മൾ 9 ടോപ്പിക്ക് ഹോട്ട് പറഞ്ഞു. അതിനകത്ത് നിന്ന് എങ്ങനെ പോയാലും നമുക്ക് 2-3 ചോദ്യം ഉറപ്പായിട്ടും വരും.
പിന്നെ പറയാനുള്ള നമ്മുടെ ആർട്സ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ നമ്മൾ ഒരാൾ ആദ്യം ഗാഡ്ഗിലിന്റെ കാര്യം ആദ്യമേ പറഞ്ഞു ലിറ്ററേച്ചർ വരുമ്പോൾ. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒന്ന് നമ്മുടെ ഓണം, വള്ളംകളി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് തൊട്ട് വെക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളതാണ്. കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരുപാടുണ്ട്. ഒരു ഭയങ്കര വലിയ ഏരിയ ആണ്, ഡ്രൈയും ആണ്. ആര് പഠിപ്പിച്ചു തന്നാലും നമ്മളിരുന്ന് ഉറങ്ങും. അങ്ങനത്തെ ഒരു ഭാഗമാണ് ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. അപ്പം അവിടെ നോക്കേണ്ടത് PYQs നോക്കുക. PYQs നോക്കിയിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 പോയിന്റ്സും കൂടെ നമുക്ക് വേണം. നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സീരീസ് ചെയ്യാം. നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ അതിന്റെ PYQ സീരീസ് കമന്റ് ചെയ്താൽ നമ്മൾ ചെയ്തുതരാം. അവരെ കമന്റ് ചെയ്യണം. നിങ്ങൾ താഴെ നിങ്ങൾ ആവശ്യമുള്ള എന്താണെന്ന് കമന്റ് ചെയ്യണം. പിന്നെ ലൈക്കും ചെയ്യണം, ഫ്രണ്ട്സിന് അയച്ചും കൊടുക്കണം ഈ സാധനം കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ കറണ്ട് അഫേഴ്സിന്റെ രീതിയിൽ മാത്രമേ അത് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു. ഒരു 4-5 മാർക്കിന് ഈസി ആയിട്ട് നോക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഏരിയ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഉറപ്പിച്ചത് ഏകദേശം ഒരു 20-25 മാർക്കിനുള്ള ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്കൊരു 3-4 ദിവസം കൊണ്ട് റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന മേഖലയാണ് അല്ലേ? ഒരു 4 ദിവസം മതി. അപ്പൊ പഠിക്കണമെന്നും പറഞ്ഞ് നമ്മളൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഭാഗങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ 4 ദിവസം ഇതിനു വേണ്ടി കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. 4 ദിവസം ഇത്രയും ഇതിനകത്തുള്ള കാര്യങ്ങളൊന്ന് കളക്ട് ചെയ്യുക. അത് ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിന്റെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, നമ്മളത് ഇട്ടുതരാം. അപ്പോൾ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം, ഒരുമിച്ച് തന്നെ പഠിക്കുക അല്ലെ? സഹകാരി എന്ന പേര് തന്നെ അർത്ഥമാക്കുന്നത് അങ്ങനെയാണ്. സഹകരിച്ച് പഠിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ നിങ്ങൾ മാക്സിമം കൂട്ടുകാർക്ക് ഈ കണ്ടന്റ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ കേട്ടോ ഷെയർ ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം ബാക്കി കൂടെ നിൽക്കുക, നമുക്ക് ഒരുമിച്ച് പോകാം. പഠിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു.